ജീവിതത്തിൽ ഏതു നിമിഷവും മലക്കുകൾ വരും, എന്റെയും നിങ്ങളുടെയും റൂഹിനെ പിടിക്കും. അങ്ങനെ ഞാനും നിങ്ങളും കട്ടിലിലോ അല്ലെങ്കിൽ മറ്റോ ഇങ്ങനെ മയ്യത്താക്കി നമ്മളെ കിടത്തും. എന്നിട്ട് നമ്മുടെ ആളുകൾ നമ്മളെ കുളിപ്പിക്കും, കഫംപുടവ ചുറ്റും. എന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നു നിന്നിട്ട് നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളും മയ്യത്ത് നിസ്കരിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഅസ്ൽഹു ബിൽ മാഇ വത്തൽജി വൽ ബറദ് വനഖിഹി മിനൽ ഖതായായ കമാ യുനഖ ഥവബുൽ അബിയദ്. അങ്ങനെ തുടങ്ങി വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു പോണത്, അല്ലാഹുവേ എന്റെ ഈ ഭർത്താവിന് നല്ലൊരു വീട് നൽകണേ, നല്ല കുടുംബത്തെ നൽകണേ. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. 35 കൊല്ലക്കാലം പ്രിയപ്പെട്ടവന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞു പോയവളാണ്. അവള് തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവേ എന്റെ ഭർത്താവിന് നീ നല്ലൊരു ഇണയെ നൽകണേ, നല്ലൊരു ഭാര്യയെ നൽകണേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥന? പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ഭർത്താവും പ്രാർത്ഥിച്ചു പോകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവളാണ്, എന്റെ പൊന്നു ഭാര്യയാണ്, എന്റെ മക്കളുടെ പൊന്നുമ്മയാണ്, ഇവൾക്ക് നീ നല്ല ഇണയെ, നല്ല ഭർത്താവിന് നൽകണേ. മരണത്തോടുകൂടി എല്ലാ ബന്ധങ്ങളും മറ്റുപോവുകയാ. ആരാലോചിച്ചു? ആരാ അതിനെ കുറിച്ച് ചിന്തിച്ചു? ആരാ അതിനെ കുറിച്ച് ഉറ്റാലോചിച്ചു? ആ നേരത്താണ് കുറ്റവാളി പറഞ്ഞു പോകുന്നറിയോ? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അല്ലാഹുവേ ഞങ്ങൾ നീ ഒന്ന് മടക്കണേ, ഞങ്ങൾ ശിർക്കിലാണ്, തൗഹീദിലേക്ക് വരാം. ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചോളാം. സക്കാത്ത് കൊടുത്തിട്ടില്ല, സക്കാത്ത് കൊടുത്തോളാം. ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ചിട്ടില്ല, കല്യാണപ്പുരയില്ല, നിസ്കരിച്ചിട്ടും കൂടിയില്ല. പർദ്ദയല്ല ധരിച്ചത്, വൃത്തികെട്ട വേഷ ധരിച്ചത്. ളുഹറും ഇല്ല, അസറും ഇല്ല, മുഖത്തൊക്കെ ഗിൽറ്റുണ്ട്, മിനുക്കുണ്ട്. മുക്കാ കൈ കുപ്പായാണ്, അരക്കൈ കുപ്പായാണ്, തലയിലൊക്കെ ഇസ്ലാമിന്റെ മഫ്തക്ക് പകരം മുല്ലപ്പൂവാണ്. ഞാൻ കല്യാണപ്പെണ്ണാ, ഞാൻ കല്യാണപ്പെണ്ണിന്റെ ഏട്ടത്തിയാ, ഞാൻ കല്യാണപ്പെണ്ണിന്റെ ഉമ്മയാ. അല്ലാഹുവേ എന്നെ ഒന്നും മടക്ക്, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. അല്ലാഹു പറഞ്ഞ വക്കുന്നൊരൊക്കല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പ്രിയമുള്ളവരെ, മരിക്കുന്ന നേരത്തെ മനുഷ്യന്റെ വിലാപമാണത്. മടങ്ങാം, ഒരു തിരിച്ചുപോക്ക്, ഒരു കുറഞ്ഞ സമയം, ഒന്ന് നന്നാകാനുള്ളൊരവസരം. 60 കൊല്ലം ജീവിച്ചിട്ട് നന്നാകാത്തവൻ 90 കൊല്ലവും ജീവിച്ചിട്ട്